ഇന്നലെയായിരുന്നു ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന കോട്ടയം സ്വദേശിനിയായ യുവതി വാഹനമിടിച്ച് മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്നത്. ആദ്യം ഇത് ഒരു അപകട മരണമാണെന്ന രീതിയിൽ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും പിന്നീട് ഇത് ചെന്നെത്തിയത് ഒരു കൊലപാതകത്തിലേക്കാണ്. കോട്ടയം കറുകച്ചാൽ കൂത്രപ്പള്ളി സ്വദേശിനി നീതു ആർ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചുരുളഴിയുന്നത് ചില വഴിവിട്ട ബന്ധങ്ങളുടെയും അതിനു പിന്നാലെ നടന്ന കൊലപാതകത്തിന്റെയും വിവരങ്ങളാണ്. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി സ്വദേശിയും യുവതിയുടെ മുൻ സുഹൃത്തുമായ അൻഷാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:45 കൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയായിരുന്നു നീതു. രാവിലെ ജോലിക്ക് പോകുന്നതിനായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയായിരുന്നു നീതു. എന്നാൽ ഇതിനിടെ പുറകിലൂടെ എത്തിയ കാർ നീതുവിനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു. തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ട യുവതിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. നീതു നിലവിൽ വിവാഹിതയും 2 പെൺകുട്ടികളുടെ അമ്മയുമാണ്. എന്നാൽ ഭർത്താവുമായി വിവാഹബന്ധം വേർപെടുത്താനുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അൻഷാദുമായുള്ള ബന്ധമാണ് ഇതിന് കാരണമായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുകൂടാതെ പോലീസ് പിടികൂടിയ അൻഷാദിന്റെ ഭാര്യയും വിവാഹബന്ധം വേർപെടുത്താനുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് അൻഷാദ് വാടകയ്ക്കെടുത്തു കൊടുത്ത വീട്ടിലായിരുന്നു നീതു താമസിച്ചു വന്നിരുന്നത്. എന്നാൽ നീതുവുമായുള്ള ബന്ധം നിലനിൽക്കെ അൻഷാദ് മറ്റൊരു യുവതിയുമായി സൗഹൃദത്തിലാവുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ പേരിൽ നീതുവുമായി തർക്കം നിലനിൽക്കുകയും ചെയ്തിരുന്നു. നീതുവിന് വിവാഹമോചനം ലഭിച്ചാൽ താൻ നീതുവിനെ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്ന ചിന്തയിലാണ് യുവാവ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് കടന്നത് എന്നാണ് വിവരം. സംഭവ ദിവസം സുഹൃത്തിനോടൊപ്പമാണ് പ്രതി കാറിലെത്തിയത്. നീതു ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കാറുമായി എത്തി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വാടകയ്ക്കെടുത്ത കാറുമായാണ് ഇയാൾ നീതുവിനെ ഇടിച്ചിട്ടത്. CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് കാർ ഓടിച്ചിരുന്നത് അൻഷാദാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുള്ളതായും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.